എല്ലാവർക്കും എക്സലന്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജനേഷ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാമത്തെ അധ്യായമായ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് രണ്ടാം പാഠഭാഗത്തിലേക്ക് പോകാം. രണ്ടാം പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തിനെ സമീപിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പാഠഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പക്ഷേ പുസ്തകം വായിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ടെസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കാനായിട്ട് നിൽക്കരുത്. ഇതിൽ ഓരോ ടോപ്പിക്കായിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആദ്യം സാമ്രാജ്യത്വവും മുതലാളിത്തവും തന്നിട്ടുണ്ട്, പിന്നീട് ഒന്നാം ലോക മഹായുദ്ധം, പിന്നീട് ഫാഷിസം നാസിസം, പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം, പശ്ചിമേഷ്യൻ സ്വാതന്ത്ര്യങ്ങൾ, ചേരിചേരായ്മ, അങ്ങനെ ശീതസമരം, അങ്ങനെ ഓരോ പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ ടോപ്പിക്കായിട്ട് വായിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നത്തുമില്ല. പിന്നീട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും സാമൂഹ്യശാസ്ത്രത്തിന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് മേടിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ലോകം 20ാം നൂറ്റാണ്ടിൽ? നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു ആഫ്രിക്കയുടെ ഭൂപടമാണ്. 1914 ആഫ്രിക്കയുടെ ഒരു ഭൂപടമാണ് നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഭൂപടം ശ്രദ്ധിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആ ഭൂപടം ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ആഫ്രിക്കയുടെ ഭൂപടത്തിന്റെ അതിരുകൾ എല്ലാം നേർരേഖയിലാണ് വരുന്നത്. എന്താണ് ആ ഭൂപടത്തിന്റെ അതിരുകളെല്ലാം, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ അതിരുകളെല്ലാം നേർരേഖയിൽ വരാൻ കാരണം? നമുക്ക് പാഠഭാഗത്ത് തന്നിരിക്കുന്ന ആദ്യ പ്രവർത്തനം അതാണ്. അപ്പോൾ ഈ ആദ്യ പ്രവർത്തനം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മുതലാളിത്തവും കോളനിവൽക്കരണവും അതുവഴിയുള്ള സാമ്രാജ്യത്വം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. അതിനായിട്ടാണ് ആ ഭൂപടം, ആഫ്രിക്കയുടെ ഭൂപടം നമുക്ക് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആഫ്രിക്കയുടെ ഭൂപടം അല്ലെങ്കിൽ അതിരുകൾ നേർരേഖയിൽ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യൻ ശക്തികൾ അവരുടെ പരസ്പര ധാരണയുടെ പ്രകാരം ആഫ്രിക്കയുടെ കോളനികൾ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ അതിരുകൾ വീതിച്ചെടുത്തു. ഈ പരസ്പര ധാരണയുണ്ടാക്കി അവര് ആഫ്രിക്കയുടെ അതിരുകൾ വീതിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ആഫ്രിക്കയുടെ അതിരുകളെല്ലാം ഏതാണ്ട് നേർരേഖയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഈ മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്ക് ഉള്ള ഒരു മാറ്റം, അതാണ് നമുക്ക് ആദ്യം നമ്മുടെ പാഠഭാഗത്തിൽ പഠിക്കണം. നമ്മൾ ആഫ്രിക്കയുടെ ഭൂപടമൊക്കെ നമ്മൾ പരിശോധിച്ചു ഇല്ലേ? അപ്പൊ ആഫ്രിക്കയുടെ ഭൂപടത്തിന്റെ അതിരുകളെല്ലാം നേർരേഖയിലാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്കുള്ള ഒരു മാറ്റം, അത് നമ്മൾ പഠിക്കണം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 18ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവത്തിനെ കുറിച്ച് ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് ഈ വ്യാവസായിക വിപ്ലവം വ്യാപിച്ചു. അങ്ങനെ ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപാദനം വർദ്ധിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇത് അവരുടെ ലാഭത്തിൽ വർധന ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെ ഈ ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്നറിയപ്പെടുന്നത്. എന്താണ്? ലാഭവും ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഈ വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയുണ്ടായി. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അവ വിറ്റഴിക്കുന്നതിന് എന്ത് വരില്ല? ആഭ്യന്തര കമ്പോളം മാത്രം മതിയായി വരുന്നില്ല. ഒരു രാജ്യത്തില് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ എവിടെ വിറ്റഴിക്കും? അപ്പോൾ ആഭ്യന്തര കമ്പോളം മതിയായി വന്നില്ല. എന്തിനാണ്? ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങളിൽ തമ്മിലുള്ള ഒരു മത്സരങ്ങൾക്ക് കാരണമായി. അങ്ങനെ ഇവര് തങ്ങളുടെ കോളനികളായിട്ടുള്ള ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഈ കച്ചവട ബന്ധങ്ങൾ സ്ഥാപിച്ച് ഈ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഉപയോഗിച്ച് ഈ കോളനികളിൽ സാമ്പത്തിക ചൂഷണം നടത്തി. അങ്ങനെ ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനിയായിട്ട് മാറുകയാണ്. ഓക്കെ, ഈ പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോളനിവൽക്കരണം എന്ന് ചോദിച്ചാൽ, തങ്ങളുടെ രാജ്യത്ത് അളവിൽ കവിഞ്ഞ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ
ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അത് തങ്ങളുടെ കോളനികളിലേക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും പിന്നീട് അവരെ കൂടുതലായിട്ട് സാമ്പത്തിക ചൂഷണം നടത്തി ആ രാജ്യങ്ങളെ തങ്ങളുടെ കോളനിയാക്കുകയും ചെയ്തു. ഇതാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ കോളനികളിലേക്ക് ഈ മൂലധന കയറ്റുമതി നടത്തിയതിന്റെ അല്ലെങ്കിൽ മൂലധന നിക്ഷേപം നടത്തി കോളനിവൽക്കരണം എന്ന ഒരു ഐഡിയ സാധ്യമാക്കിയതിന്റെ പ്രധാന കാരണങ്ങൾ അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി എന്നുള്ളതാണ്. തങ്ങളുടെ കോളനികളിലെ ജനങ്ങൾക്ക് തങ്ങളുടെ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ മതി എന്നുള്ള ഒരു കാരണമാണ് ആദ്യത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. അടുത്തതായിട്ട് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞ ചിലവ്. ഇത്രയും കാരണങ്ങളാണ് കോളനികളിലേക്കുള്ള മൂലധന നിക്ഷേപത്തിന് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചത്. ശ്രദ്ധിക്കുക, ഈ ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു കോളനിവൽക്കരണ കാരണങ്ങളാണ് ശരിക്കും സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് എന്താണ് സാമ്രാജ്യത്വം എന്നാണ്. സാമ്രാജ്യത്വം എന്താണ് എന്ന് വെച്ചാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ ചെലുത്തുന്ന സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് മുതലാളിത്തം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ ചെലുത്തുന്ന സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് മുതലാളിത്തം എന്നറിയപ്പെടുന്നത്. ഈ മുതലാളിത്തം സ്ഥാപിക്കുവാനായിട്ട് ഈ സാമ്രാജ്യ ശക്തികൾ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിയമവ്യവസ്ഥയും ശക്തമായ ഭരണ സംവിധാനവും ശക്തമായ സൈനിക ശക്തിയുമൊക്കെ ഉപയോഗിച്ചാണ് ഈ മുതലാളിത്തം അല്ലെങ്കിൽ അതിന്റെ അന്തിമഘട്ടമായ സാമ്രാജ്യത്വം മറ്റൊരു രാജ്യത്തിന് മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്. സാമ്രാജ്യത്വം എന്താണെന്ന് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് അല്ലെങ്കിൽ വിദേശ ആധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെല്ലാം തന്നെ സാമ്രാജ്യത്വത്തിന് കീഴിൽ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ ചെലുത്തുന്ന സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം എന്നതും. അതിനായിട്ട് അവർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും സൈനിക ശക്തിയും ഉപയോഗിച്ചാണ് ഈ സാമ്രാജ്യത്വം അവര് നടപ്പിലാക്കുന്നത്. സാമ്രാജ്യത്വം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമൊക്കെയാണ് ബാധിച്ചത് എന്ന് നമുക്ക് പഠിക്കാം. അതിൽ ആദ്യത്തേത് കോളനികളിലെ പരമ്പരാഗത സമ്പത്ത് വ്യവസ്ഥ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. കോളനികളിലെ പരമ്പരാഗത സമ്പത്ത് വ്യവസ്ഥ തകർക്കപ്പെട്ടു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുവാനായിട്ട് കോളനിയിലെ ജനങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവ വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടു. കല, സാഹിത്യം, ഭാഷ, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളും തകർച്ചയെ നേരിട്ടു. ഇത്രയും സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനി രാഷ്ട്രങ്ങളെ ബാധിച്ചത് എന്നുള്ളതിനുള്ള വിശദീകരണമാണ്. ഓക്കെ, അങ്ങനെ ഈ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയിട്ട് ഈ സാമ്രാജ്യത്വ ശക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകം ഭീകരമായ യുദ്ധങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതിൽ ആദ്യം 1914 മുതൽ 1918 വരെ ലോക മാനവരാശിയെ മുഴുവൻ ഒരു ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒന്നാം ലോക മഹായുദ്ധം സംഭവിക്കുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റു പലതാണെങ്കിലും അതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പോളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒന്നാം ലോക മഹായുദ്ധവും അതിന്റെ കാരണവും അതിന്റെ ഫലങ്ങളുമെല്ലാം നമുക്ക് പഠിക്കാം. നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിക്കാം. ഒന്നാം ലോക മഹായുദ്ധം നമുക്കറിയാം 1914 മുതൽ 1918 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. 1914 ജൂലൈ 28 മുതലാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു, ഒന്നാം ലോക മഹായുദ്ധത്തിന് മുന്നേ ആയിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുത വളർത്തുന്ന ചില സംഘർഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സംജാതമായി.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ശത്രുക്കൾ ആരാണ്, തങ്ങളുടെ മിത്രങ്ങൾ ആരാണ്, കൂടെ നിൽക്കുന്നവർ ആരാണ് എന്നൊക്കെ അറിയാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയിൽ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് ഈ രാജ്യങ്ങൾ പോവുകയാണ്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസും ത്രികക്ഷി സൗഹാർദ്ദം അല്ലെങ്കിൽ ട്രിപ്പിൾ എൻഡൻറ്റും. അങ്ങനെ ഈ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ് ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഏതൊക്കെയാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഈ രാജ്യങ്ങളാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത്. അങ്ങനെ ഈ സാമ്രാജ്യത്വ മത്സരങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഈ കണക്കിനുള്ള ഒരു മത്സരത്തിൽ ഇവർ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉപയോഗിച്ച ഒരു വ്യത്യസ്തമായ മാർഗം എന്ന് പറയുന്നത് തീവ്രദേശീയതയാണ്. അഗ്രസീവ് നാഷണലിസമാണ്. എന്താണ് തീവ്രദേശീയത? തീവ്രദേശീയത എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മളുടെ ദേശീയത എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് തീവ്രദേശീയത വളർത്തുകയാണ്. എന്താണ് തീവ്രദേശീയത? സ്വന്തം രാജ്യം മറ്റു രാജ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്നും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ തീവ്രദേശീയതയുടെ പ്രത്യേകത. എന്താണ് തീവ്രദേശീയത? ഒരു രാജ്യം സ്വന്തം രാജ്യം മറ്റു രാജ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഈ തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട 3 പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അധിക വായനയ്ക്കായിട്ട്. അത് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഏതൊക്കെയാണ്? പാൻ സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്. ഓക്കെ, ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം, ഇത് മൂന്നും തീവ്രദേശീയതയുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ വളർന്നു വന്ന സംഘടനകളാണ് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളാണ്. ഓക്കെ, അങ്ങനെ ഇത്തരം രീതികളിലൂടെ ഇത്തരം തീവ്രദേശീയതപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ മറ്റ് ചില പ്രതിസന്ധികളിലേക്ക് കൂടി നയിച്ചു. എന്താണ്ട് ഇത്തരം സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിക്കുകയാണ്. അവയിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൺ പ്രതിസന്ധി. എന്തൊക്കെയാണ്? മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൺ പ്രതിസന്ധി. നമ്മൾ പറഞ്ഞു ഈ മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൺ പ്രതിസന്ധിയും സാമ്രാജ്യ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഈ മൊറോക്കൻ പ്രതിസന്ധി എന്ന് പരിശോധിക്കാം. മൊറോക്കൻ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട ഒരു രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ ഫ്രാൻസിന്റെ കീഴിലുള്ള ആധിപത്യം ബ്രിട്ടൻ അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ജർമ്മനി ഇത് അംഗീകരിച്ചതുമില്ല. അങ്ങനെ മൊറോക്കൻ തുറമുഖമായ അങ്കഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയക്കുകയാണ്. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചകളിൽ തങ്ങളുടെ കോളനിയായിട്ടുള്ള ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടരുകയാണ്. ഇതിനെയാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മൾ പോകുന്നത് ബാൾക്കൺ പ്രതിസന്ധിയിലേക്കാണ്. എന്താണ് ബാൾക്കൺ പ്രതിസന്ധി എന്ന് നമ്മൾ പഠിക്കണം. ബാൾക്കൺ പ്രതിസന്ധി ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായിട്ടാണ് ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഓട്ടോമൻ തുർക്കികൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് തുർക്കികളെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഈ ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഏതാണ് ഈ ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപമായിട്ടുള്ള ബാൾക്കൺ മേഖല. അങ്ങനെ ഈ ബാൾക്കൺ സഖ്യം, ആ സഖ്യത്തില് സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. ഇവരെ ചേർന്നാണ് തുർക്കിയെ പരാജയപ്പെടുത്തുന്നത്. എന്നാൽ ഈ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്ന സമയത്ത് ബാൾക്കൺ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഈ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസവും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒക്കെയാണ് ബാൾക്കൺ പ്രതിസന്ധി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മൊറോക്കൻ പ്രതിസന്ധി പഠിച്ചു, ബാൾക്കൺ പ്രതിസന്ധി പഠിച്ചു. ഇനി നമ്മൾ 1ാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ 1ാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണം എന്താണ് എന്നുള്ളത് പഠിക്കാം. ഓക്കെ.